ഞാനൊരു തടവുകാരനാണ്. അതറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കോണികൾ കയറിയും ഇറങ്ങിയും ഓടി നടന്നു. കണ്ണിൽപ്പെട്ട എല്ലാ വാതിലുകളും തുറക്കാൻ നോക്കി. എല്ലാ ജനലുകളിലൂടെയും എത്തി നോക്കി. പക്ഷേ അല്പസമയത്തിനകം തന്നെ എൻ്റെ പരിപൂർണമായ നിസ്സഹായാവസ്ഥ ഞാൻ മനസ്സിലാക്കി. കുറച്ചു സമയം കഴിഞ്ഞു കാണും. എനിക്ക് ഭ്രാന്തായിരുന്നു. കെണിയിൽപ്പെട്ട എലിയെപ്പോലെ അല്ലേ ഞാൻ വെപ്രാളപ്പെട്ടിരുന്നത്. തികച്ചും നിസ്സഹായനാണെന്ന് കണ്ടപ്പോൾ ഞാൻ അനങ്ങാതെ ഒരിടത്തിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത്രയും ശാന്തനായി ഇരുന്നിട്ടില്ല. ഇനി എന്തു ചെയ്യണം? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. ഒരു കാര്യം തീർച്ചയാണ്, എൻ്റെ ഉദ്ദേശം പ്രഭുവിനോട് പറയുന്നത് നിഷ്പ്രയോജനമാണ്. ഞാൻ ബന്ധനത്തിലാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. എന്നെ ഈ കോട്ടയിൽ അകപ്പെടുത്തിയത് തന്നെ അദ്ദേഹമാണ്. വ്യക്തമായ ഏതോ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം. അതിനെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞാൽ അദ്ദേഹം എന്നെ ചതിക്കുകയുള്ളൂ. എൻ്റെ പദ്ധതികളും ഭയാശങ്കകളും എല്ലാം എന്നിൽ തന്നെ ഒതുക്കി വെച്ച് കണ്ണു തുറന്ന് പിടിച്ചിരിക്കുകയേ നിവർത്തിയുള്ളൂ. ഒന്നുകിൽ ഭയം ഒരു കുഞ്ഞിനെ എന്ന പോലെ എന്നെ വഞ്ചിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പരിപൂർണമായ തകർച്ചയുടെ വക്കത്താണ്. എങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധിപരമായ എല്ലാ കഴിവുകളും എടുത്ത് പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ തീരുമാനത്തിലെത്തിയപ്പോഴേക്കും താഴെ ആ വലിയ വാതിൽ അടയ്ക്കുന്നതിൻ്റെ മുഴക്കം കേട്ടു. പ്രഭു തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹം വായനാമുറിയിലേക്ക് വന്നില്ല. അപ്പോൾ വളരെ മുൻകരുതൽ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നു. പ്രഭു എൻ്റെ കിടക്ക വിരിച്ച് ശരിപ്പെടുത്തുകയാണ്. വിചിത്രം തന്നെ. ഇതിൻ്റെ നിഗമനത്തെ ദൃഢീകരിക്കുകയാണ്. ഇവിടെ വേലക്കാരൊന്നുമില്ല. പിന്നീട് വാതിൽ പഴുതിലൂടെ നോക്കിയപ്പോൾ അദ്ദേഹം മേശപ്പുറത്ത് ഭക്ഷണം എടുത്തു വെക്കുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് എല്ലാ സംശയങ്ങളും തീർന്നു. എല്ലാ പ്രത്യവേലകളും അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന വണ്ടിക്കാരനും അദ്ദേഹം തന്നെയായിരിക്കണം. അതൊരു ഭയജനകമായ ചിന്തയായിരുന്നു. എങ്കിൽ അദ്ദേഹം കൈ ഉയർത്തിപ്പിടിച്ച് ചെന്നായ്ക്കളെ അകറ്റിയതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ബിസ്റസിൽ ഞാൻ കണ്ട ജനങ്ങൾക്കും വണ്ടിയിലുണ്ടായിരുന്നവർക്കും എന്നെ ഓർത്ത് അത്രമാത്രം ഭയം തോന്നാൻ എന്തായിരിക്കും കാരണം? കുരിശും വെള്ളുള്ളിയും കാട്ടുറോസാ പൂവും മന്ത്രപ്പൊടിയും എനിക്ക് തന്നേൽപ്പിച്ചതിൻ്റെ അർത്ഥം എന്തായിരിക്കും? എൻ്റെ കഴുത്തിൽ ഈ കുരിശ് കെട്ടി തന്ന നല്ലവളായ സ്ത്രീയെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അത് തൊടുമ്പോഴെല്ലാം എനിക്ക് ആശ്വാസം ലഭിക്കുന്നു, കരുത്ത് വർദ്ധിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും അവഗണിച്ചു പോകുന്ന ഒരു വസ്തുവാണിത്. പക്ഷേ ഇപ്പോൾ ഞാനിതിൻ്റെ ശക്തി തികച്ചും മനസ്സിലാക്കുന്നു. ഏതായാലും ഡ്രാക്കുള പ്രഭുവിനെ പറ്റി കഴിയാവുന്നിടത്തോളം കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. സംഭാഷണം വഴിതിരിച്ചു വിട്ടാൽ അദ്ദേഹം തന്നെക്കുറിച്ച് സംസാരിച്ചേക്കും. എന്നാലും സ്വയം സംശാലുവാക്കുന്ന ഒരു കാര്യവും അദ്ദേഹത്തോട് പറയാതിരിക്കണം. അർദ്ധരാത്രി പ്രഭുവിനോട് ദീർഘനേരം സംസാരിച്ചു. ട്രാൻസിൽവാനിയുടെ ചരിത്രത്തെപ്പറ്റി ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചു. അദ്ദേഹം ആവേശപൂർവ്വം അതിനെപ്പറ്റി പറഞ്ഞു. ആളുകളെപ്പറ്റിയും വസ്തുതകളെപ്പറ്റിയും പ്രത്യേകിച്ചും യുദ്ധങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം എല്ലാറ്റിലും സാക്ഷിയായിരുന്നത് പോലെ തോന്നി. അതിന് അദ്ദേഹം ഒരു ന്യായവും പറഞ്ഞു. തന്നെപ്പോലെ ഒരു പ്രഭുവിന് നാട്ടിലെ അഭിമാനം സ്വന്തം അഭിമാനവും നാട്ടുകാരുടെ മഹത്വം സ്വന്തം മഹത്വവുമാണ്. അവരുടെ വിധി തന്നെ തൻ്റെയും വിധി. തന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എല്ലായ്പ്പോഴും നാം എന്നാണ് പറഞ്ഞത്, ഒരു രാജാവ് സംസാരിക്കുന്നത് പോലെ. അദ്ദേഹം പറഞ്ഞതെല്ലാം എഴുതി വയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത്രമാത്രം മനോഹരമായിരുന്നു അവയെല്ലാം. അതിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ ചരിത്രവും അടങ്ങിയിരുന്നു. സംസാരിക്കുമ്പോൾ അദ്ദേഹം വികാരഭരിതനായിപ്പോയി. തൻ്റെ വെളുത്തു നീണ്ട മീശ തടവിക്കൊണ്ട് ആവേശത്താൽ നിരുണ്ട കണ്ഠനായി അദ്ദേഹം മുറിയിൽ ചുറ്റി നടന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അത് സ്വയം കുലമഹിമയെക്കുറിച്ചായിരുന്നു. സെക്ലിസ് വംശത്തിൻ്റെ യുദ്ധവീര്യം. സിംഹരാജന്മാരെ പോലെ യുദ്ധം ചെയ്ത് ശത്രുക്കളുടെ രക്തം ചിന്തി അവരെ തോൽപ്പിച്ചോടിച്ച കഥകൾ. യുദ്ധവീര്യം മുറ്റിത്തുളങ്ങി നിന്നിരുന്ന ആ നല്ല നാളുകൾ പോയി. അപമാനകരമായ സമാധാനത്തിൻ്റെ ഈ ദിവസങ്ങളിൽ രക്തം ഒരു അപൂർവ വസ്തുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കഥ അവസാനിക്കുമ്പോഴേക്ക് നേരം പുലർന്നു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഉറങ്ങാൻ പോയി.
മെയ് 12. തനി സത്യങ്ങൾ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. എൻ്റെ ഓർമ്മകൾ ഈ വിവരണത്തെ നിറം പിടിപ്പിക്കുന്നില്ല. ഇന്നലെ സന്ധ്യയ്ക്ക് പ്രഭു എന്നെ കാണാൻ വന്ന ഉടനെ ചില നിയമപ്രശ്നങ്ങളെ പറ്റിയും ചില പ്രത്യേകതരം ഇടപാടുകൾ ചെയ്യേണ്ടുന്ന രീതിയെപ്പറ്റിയും ചോദിക്കാൻ തുടങ്ങി. ആദ്യത്തെ ചോദ്യം: ഇംഗ്ലണ്ടിൽ ഒരാൾക്ക് 2 കൂടുതലോ നിയമോപദേഷ്ടാക്കളെ നിയമിക്കാമോ എന്നാണ്. വേണമെങ്കിൽ 1 ഡസൻ പേരെ നിയമിക്കാമെന്ന് ഞാൻ മറുപടി നൽകി. പക്ഷേ ഒരിടപാടിന് ഒരാൾ മാത്രം ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. അദ്ദേഹം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് പോലെ തോന്നി. പക്ഷേ ബാങ്ക് ഇടപാടുകൾ നോക്കാൻ ഒരാളും കപ്പൽ വ്യാപാര കാര്യങ്ങൾ നോക്കാൻ വേറൊരാളും, അങ്ങനെ ഓരോന്നിനും വെവ്വേറെ ആളുകൾ ഉണ്ടാകുന്നത് നല്ലതാണോ എന്ന് അയാൾ സംശയം പ്രകടിപ്പിച്ചു. ഞാൻ പിന്നീട് വിശദീകരിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വിവരണം കേട്ട ശേഷം ഞാൻ വീണ്ടും പറഞ്ഞു, നിയമോപദേഷ്ടാവ് എപ്പോഴും ഒരാൾ ഉണ്ടായാൽ മതി. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് ഉള്ള ആളായാലും ഏതു തരം ഇടപാടായാലും അയാൾ ആ കാര്യം നോക്കിക്കൊള്ളും. സ്വന്തം ആൾക്കാർ മുഖേനയാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക. പക്ഷേ അദ്ദേഹം ചോദിച്ചു, എനിക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ നടത്തണമെങ്കിലോ? അതും ശരിയാണ്, ഞാൻ പറഞ്ഞു. എൻ്റെ എല്ലാ രഹസ്യങ്ങളും ഇടപാടുകളും ഏതെങ്കിലും ഒരാൾ മുഴുവനായി അറിയുന്നത് ഇഷ്ടപ്പെടാത്ത വ്യവസായികൾ ഓരോന്നിനും വെവ്വേറെ ആളെ നിയമിക്കുന്നതാണ് പതിവ്. കൊള്ളാം, അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പലതരം കൊള്ളക്കൊടുക്കളെ പറ്റിയും സംസാരിച്ചു. ഓരോന്നും സംബന്ധിച്ചും ഉണ്ടാക്കാവുന്ന നീക്കുപോക്കുകളെ പറ്റി, വ്യാപാര കാര്യങ്ങളിൽ ഓർത്തിരിക്കാതെ വന്നുപെടാവുന്ന വൈഷമ്യങ്ങളെപ്പറ്റി, അവയ്ക്കെല്ലാം മുൻകൂട്ടി പ്രതിവിധി ചെയ്തു വെച്ചിരിക്കേണ്ടതിനെ പറ്റി എല്ലാം ഞങ്ങൾ ദീർഘമായി സംസാരിച്ചു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം എന്നെനിക്ക് ബോധ്യമായി. അദ്ദേഹം 1-ാം തരം നിയമോപദേഷ്ടാവ് ആയിരിക്കാൻ കൊള്ളാം. രാജ്യത്തിറങ്ങി വളരെയൊന്നും വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് കാര്യങ്ങളെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഗൃഹീതം അത്ഭുതകരം തന്നെ. ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഏതാണ്ടൊക്കെ തീരുമാനമായപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ കത്തിനു ശേഷം നമ്മുടെ സുഹൃത്ത് ഹോക്കിൻസിനോ മറ്റാർക്കെങ്കിലുമോ എഴുതിയോ? കുറച്ചൊരു കാലുഷ്യത്തോടെയാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്. ഞാൻ ആർക്കും എഴുതിയില്ല, എനിക്കതിന് സൗകര്യം കിട്ടിയില്ല. എന്നാൽ എൻ്റെ കൊച്ചു ചങ്ങാതി എപ്പോൾ എഴുതിക്കോളൂ. അദ്ദേഹം തൻ്റെ കനത്ത കൈ എൻ്റെ ചുമലിൽ വെച്ചിട്ട് പറഞ്ഞു, നമ്മുടെ സുഹൃത്തിനോ മറ്റാർക്കെങ്കിലുമോ എഴുതിക്കൊള്ളൂ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഇവിടെ 1 മാസം എൻ്റെ കൂടെ താമസിക്കുക. ഞാൻ അത്രയും നീണ്ട് ഇവിടെ കൂടണോ? ഞാൻ ചോദിച്ചു. അതിനെപ്പറ്റി ഓർത്തപ്പോൾ എൻ്റെ ഹൃദയമാകെ മരവിച്ചു പോയി. എൻ്റെ ആഗ്രഹം അതാണ്. അല്ല, വയ്യെന്ന് പറഞ്ഞാൽ എനിക്കത് സമ്മതമല്ല. നിങ്ങളുടെ യജമാനൻ അഥവാ മേലധികാരി തൻ്റെ പ്രതിവിധികൾക്കായി ഒരാളെ എൻ്റെ അരികിലേക്ക് നിയോഗിച്ചപ്പോൾ എൻ്റെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണല്ലോ കാര്യം, അല്ലേ? ഞാൻ എന്ത് ചെയ്യും? സമ്മതം മൂളുകയല്ലാതെ. മിസ്റ്റർ ഹോക്കിൻസിൻ്റെ താല്പര്യങ്ങളാണ് എൻ്റെ താല്പര്യങ്ങളല്ല ഇവിടെ പ്രധാനം. അദ്ദേഹത്തെപ്പറ്റി അല്ലാതെ എന്നെപ്പറ്റി ചിന്തിക്കാൻ എനിക്ക് അവകാശമുണ്ടോ? മാത്രമല്ല, ഡ്രാക്കുള പ്രഭു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ സ്ഫുരിച്ചു കണ്ട ദീപ്തി എന്നെ ഓർമ്മപ്പെടുത്തി. ഞാനിവിടെ തടവുകാരനാണ്. ഞാൻ മറിച്ച് കരുതിയിട്ടും കാര്യമൊന്നുമില്ല. എൻ്റെ മുഖത്തെ സമ്മതഭാവം കണ്ടപ്പോൾ പ്രഭു സന്തുഷ്ടനായി. അദ്ദേഹത്തിന് ഒരു ജയം നേടിയ സന്തോഷമുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം തൻ്റെ പ്രത്യേകമായ അലംഘനീയമായ മധുരസ്വരത്തിൽ പറയാൻ തുടങ്ങി, എൻ്റെ നല്ല ചങ്ങാതി, ഒരഭ്യർത്ഥന. കത്തുകളിൽ ഇടപാടുകളെക്കുറിച്ചല്ലാതെ ഒന്നും എഴുതണ്ട. നിങ്ങൾ സുഖമായിരിക്കുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് സന്തോഷമുണ്ടാകും. നിങ്ങൾ വേഗം മടങ്ങിയെത്തും എന്ന് കേൾക്കുമ്പോഴേക്കും എന്താ അങ്ങനെയല്ലേ? സംസാരിക്കുന്ന 3 കടലാസ് കഷ്ണങ്ങളും 3 കവറുകളും അദ്ദേഹം എനിക്ക് തന്നു. അവ ഏറ്റവും നോർമയായ വിദേശ തപാൽ കവറുകളായിരുന്നു. ഞാൻ അവയെടുത്തു. പിന്നീട് മൂർച്ചയേറിയ നായ്പ്പല്ലുകൾ ചുവന്ന അധരങ്ങൾക്ക് മേൽ പതിങ്ങി കിടക്കുന്നതും ശാന്തമായ ഒരു പുഞ്ചിരി കളിയാടുന്നതുമായ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ബോധ്യമായി, ഞാൻ എന്തെഴുതിയാലും അദ്ദേഹം അതെല്ലാം വായിച്ചു നോക്കുമെന്ന്. അതുകൊണ്ടിപ്പോൾ
ഔപചാരികമായ കുറിപ്പുകൾ മാത്രം എഴുതിയാൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. മിസ്റ്റർ ഹോക്കിൻസിന് പിന്നീട് സ്വകാര്യമായിട്ട് എഴുതാം. മീനയ്ക്ക് ഷോർട്ട് ഹാൻഡിലും എഴുതാം. അത് പ്രഭു കണ്ടാലും അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുകയില്ല. എഴുത്ത് രണ്ടും എഴുതി കഴിഞ്ഞ ശേഷം ഞാനിരുന്ന് ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങി. പ്രഭു മേശപ്പുറത്തുള്ള ഏതോ ചില പുസ്തകങ്ങൾ പരിശോധിച്ച് ചില കുറിപ്പുകൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 എഴുത്തുകളും എടുത്ത് തൻ്റെ എഴുത്തുകളോട് ചേർത്ത് വെച്ച് അദ്ദേഹം പുറത്തേക്ക് പോയി. ഒരു നിമിഷവും കളയാതെ ഞാൻ മേശപ്പുറത്ത് കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എടുത്തു നോക്കി. അതിലെനിക്ക് ഒരഭംഗിയും തോന്നിയില്ല. കാരണം അപ്പോഴത്തെ ചുറ്റുപാടിൽ എന്തു ചെയ്തിട്ടും എങ്ങനെയും സ്വയം രക്ഷിക്കണമെന്ന ഒരു വ്യഗ്രത എനിക്കുണ്ടായിരുന്നു. കത്തുകളിലൊന്ന് വെഡ്ബിയിലുള്ള സാമുവൽ ഓഫ് ബില്ലിംഗ്ടണിനും ഉള്ളതാണ്. മറ്റൊന്ന് വാണായിലെ ലൂട്ടർക്കും. മൂന്നാമത്തേത് ലണ്ടനിൽ കൗട്ട്സ് ആൻഡ് കമ്പനിക്ക്. ബുഡാപെസ്റ്റിലെ ബാങ്കുകാരായ ഖെറൻക്ലോഫ് സ്റ്റോക്ക് ആൻഡ് ബ്രിത്തൂറിനുള്ളതായിരുന്നു 4ാമത്തെ കത്ത്. 2ഉം 4ഉം എഴുത്തുകളിൽ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനവ തുറന്നു വായിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും വാതിൻ്റെ സാക്ഷി ഇളകി. കത്തുകൾ യഥാസ്ഥാനത്ത് വെച്ച് നിവർന്നിരിക്കാൻ എനിക്ക് സമയം കിട്ടി. അപ്പോഴേക്കും മറ്റൊരെഴുത്തുമായി പ്രഭു മുറിയിലേക്ക് കടന്നു വന്നു. മേശപ്പുറത്ത് കിടന്ന എഴുത്തുകളെടുത്ത് അദ്ദേഹം അവയിൽ ശ്രദ്ധാപൂർവം മുദ്ര പതിപ്പിച്ചു. എൻ്റെ നേരെ തിരിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, ഇന്ന് സന്ധ്യയ്ക്ക് എനിക്ക് സ്വകാര്യമായി ചില ജോലികളുണ്ട്. നിങ്ങൾക്കിവിടെ അസൗകര്യമൊന്നുമില്ലെന്ന് കരുതുന്നു. വാതിൽക്കലെത്തി ഒരു നിമിഷം നിന്നിട്ട് അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞ് വീണ്ടും പറഞ്ഞു, ഒരു ചെറിയ ഉപദേശം അഥവാ സാരമായ ഒരു മുന്നറിയിപ്പാണ്. കരുതിക്കോളൂ. ഈ മുറിയിൽ നിന്നിറങ്ങിപ്പോയി കൊട്ടാരത്തിൽ മറ്റൊരിടത്തും കിടന്നുറങ്ങരുത്. ഇതൊരു പഴയ സ്ഥലമാണ്. ഇവിടെ പലതും നടന്നിട്ടുണ്ട്. സൂക്ഷിക്കാതെ വല്ലയിടത്തും കിടന്നാൽ ചീത്ത സ്വപ്നങ്ങൾ കണ്ടേക്കും. സൂക്ഷിച്ചോളൂ. ഉറക്കം വന്നാൽ എപ്പോഴായാലും ഇങ്ങോട്ടോടിപ്പോരണം. ഇവിടെയെല്ലാം ഭദ്രമായിരിക്കും. അല്ല, നിങ്ങൾ സൂക്ഷിക്കാൻ ഭാവമില്ലെങ്കിൽ എന്നാൽ പിന്നെ. അദ്ദേഹം ഭയജനകമായ ഒരു ഭാവത്തോടെ സംസാരം നിർത്തി. കൈകൾ കൂട്ടിത്തിരുമ്മി. എനിക്കെല്ലാം മനസ്സിലായി. എന്നെ ഇവിടെ വലയം ചെയ്തിരിക്കുന്ന ഈ അത്യസാധാരണവും ഭീതിപ്രധാനവുമായ ചുറ്റുപാടുകൾ കവിഞ്ഞ് മറ്റെന്ത് ചീത്ത സ്വപ്നമാണ് ഇനി ഉണ്ടാവാനുള്ളത്? പിന്നീട് ഞാൻ അവസാനം എഴുതിയ വാക്കുകൾ ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഇനി സംശയിക്കാനൊന്നുമില്ല. അദ്ദേഹമില്ലാത്തടത്ത് എവിടെയായാലും കിടന്നുറങ്ങാൻ ഭയപ്പെടേണ്ടതില്ല. കുരിശ് ഞാൻ എൻ്റെ കിടക്കയുടെ തലയ്ക്കൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ദുസ്വപ്നങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതവിടെ തന്നെ ഇരിക്കട്ടെ. അദ്ദേഹം പുറത്തു പോയപ്പോൾ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. യാതൊരു ശബ്ദവുമില്ലാതെ അല്പനേരം കഴിഞ്ഞു. ഞാൻ പുറത്തു വന്ന് കൽപ്പടവുകൾ കയറി മേലോട്ട് പോയി. ഇവിടെ നിന്നാൽ തെക്ക് വശത്തെ അനന്തവിശാലത മുഴുവൻ കാണാം. എനിക്ക് അവിടേക്ക് എത്താൻ കഴിയുകയില്ല. അവിടേക്ക് നോക്കിക്കൊണ്ട് നിൽക്കെ ഞാൻ ശരിക്കും തടങ്കലിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നി. കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ കൊതിയായി. ഈ ഇരുളിലെ വാസം എന്നെ വശം കെടുത്തുന്നു. അതെന്റെ സ്ഥിരാകുടം തകർക്കുന്നു. എൻ്റെ സ്വന്തം നിഴൽ കാണുമ്പോൾ ഞാൻ ഞെട്ടിത്തെറിക്കുന്നു. എല്ലാത്തരം ഭീകര സങ്കല്പങ്ങളും എന്നിൽ കുമിഞ്ഞു കൂടുകയാണ്. ഈ ശപിക്കപ്പെട്ട സ്ഥലത്ത് ഞാൻ ഞെട്ടിവിറയ്ക്കുകയാണ്. എന്താണതിൻ്റെ ശരിയായ കാരണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഞാൻ ആ വിശാലതയിൽ നിന്ന് തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അവിടെ മുഴുവൻ പരിമൃദുലമായ മഞ്ഞു കലർന്ന നിലാവെളിച്ചത്തിൽ കുളിച്ചു കിടക്കുകയാണ്. നേരം പുലരുന്നതുവരെ ഞാൻ അങ്ങനെ നിന്നുപോയി. അകലെയുള്ള കുന്നുകൾ ഉരുകി ഒഴുകുന്ന പോലെ തോന്നി. ആ പരിശുദ്ധ സൗന്ദര്യം എന്നെ ആകർഷിച്ചു. എനിക്ക് ഉന്മേഷം തോന്നി. ഇപ്പോൾ എൻ്റെ ഓരോ ശ്വാസത്തിലും സുഖവും ശാന്തതയുമുണ്ട്. ഞാൻ ജനലിലൂടെ തലയിട്ട് കുനിഞ്ഞു നോക്കി. താഴത്തെ നിലയിൽ എന്തോ അനങ്ങുന്നു. അല്പം ഇടതുവശത്താണ്. ഞാൻ ഓർത്തു നോക്കി. ശരിയാണ്, നേരെയുള്ള ജനൽ പ്രഭുവിൻ്റെ മുറിയുടെ തന്നെ. ഞാൻ കുറെ കൂടി ശ്രദ്ധിച്ചു നോക്കി. പ്രഭുവിൻ്റെ തല ജനലിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഞാൻ കണ്ടത്. ആ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ കഴുത്തും പുറവും കൈകളുടെ ചലനവും കണ്ടാൽ ആളെ തിരിച്ചറിയാം. എന്തു തന്നെ ആയാലും ആ കൈകളെ എനിക്ക് ഒരിക്കലും തെറ്റാൻ നിവർത്തിയില്ല.
പലതവണയും ഞാനവ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ്. ആദ്യം എനിക്ക് തെല്ല് താല്പര്യവും തമാശയും തോന്നി. പെട്ടെന്ന് ഞാൻ ഭയചകിതനായി. ആ മനുഷ്യൻ മുഴുവനും ജനലിലൂടെ പുറത്തേക്ക് വന്നു. കോട്ടയുടെ ചുമരന്മേലിലൂടെ പുറത്തേക്ക് ഇഴഞ്ഞിറങ്ങാൻ തുടങ്ങി. തലകുത്തനെ. ആ ഉടുവസ്ത്രം ചുറ്റും പരത്തിയിട്ടിരിക്കുന്നു, വലിയ ചിറകുകൾ പോലെ. ആദ്യം എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് നിലാവിൻ്റെ വിദ്യയാവും, ഏതെങ്കിലും നിഴലിൻ്റെ കളി. ആദ്യം ഞാൻ അങ്ങനെയാണ് കരുതിയത്. ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ഇല്ല, എനിക്ക് തെറ്റിയില്ല. അദ്ദേഹം കൈ നഖങ്ങളും കാൽ വിരലുകളും കൊണ്ട് കല്ലുകളുടെ കൂർപ്പുകൾ പിടിക്കുന്നത് ഞാൻ ശരിക്കും കണ്ടു. ചുമരിലുള്ള മുനമ്പുകളൊക്കെ പിടിച്ചുകൊണ്ട് അദ്ദേഹം അസാധാരണമായ വേഗത്തോടെ താഴോട്ടിറങ്ങുന്നു, ഒരു പല്ലി ചുമരിലൂടെ ഓടുന്നത് പോലെ. ഇതും മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യാകൃതിയിലുള്ള എന്തൊരു തരം ജീവിയാണ്. ഈ ഭീകര പ്രദേശത്ത് ഭയം എന്നെ കീഴടക്കുകയാണ്. അയ്യോ, എനിക്ക് പേടിയാവുന്നു. വല്ലാതെ. എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല. അചിന്ത്യമായ ഭയാനകത എന്നെ ചൂഴ്ന്നു നിൽക്കുകയാണ്. മെയ് 15. പ്രഭു പല്ലിയെപ്പോലെ പുറത്തേക്ക് പോകുന്നത് ഞാൻ ഒരിക്കൽ കൂടെ കണ്ടു. ഇടതുവശത്തേക്ക് നീങ്ങി വളരെ ദൂരം അദ്ദേഹം അങ്ങനെ താഴോട്ടിറങ്ങി. ഏതോ ഗുഹയിലൂടെയോ ജനലിലൂടെയോ അദ്ദേഹം മറഞ്ഞു. ഞാൻ പുറത്തേക്ക് കുറെ കൂടി കുനിഞ്ഞു നോക്കി. പക്ഷേ പ്രയോജനമില്ലായിരുന്നു. ശരിക്കും കാണാൻ കഴിയാത്തത്ര ദൂരമുണ്ട്. ഇപ്പോൾ അദ്ദേഹം കോട്ടയിൽ നിന്ന് വെളിയിൽ പോയിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഈ സന്ദർഭം ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ മുറിയിലേക്ക് തിരിച്ചു ചെന്ന് ഒരു വിളക്കെടുത്തുപോയി. എല്ലാ വാതിലുകളും തള്ളി നോക്കി. പ്രതീക്ഷിച്ചത് പോലെ തന്നെ എല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു. പൂട്ടുകൾ താരതമ്യേന പുതിയവയുമാണ്. ഞാൻ ഹാളിലേക്കുള്ള കൽപ്പടവുകൾ ഇറങ്ങി. ആദ്യമായി വന്നു കിടന്ന സ്ഥലമാണിത്. ബോൾട്ടുകൾ എളുപ്പത്തിൽ വലിച്ചു നീക്കാൻ എനിക്ക് സാധിച്ചു. ആ കൂറ്റൻ ചങ്ങലയുടെ കൊളുത്തൂരാനും പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷേ വാതിൽ പൂട്ടിയിരുന്നു. താക്കോൽ ഇല്ല താനും. പ്രഭുവിൻ്റെ മുറിയിൽ ഉണ്ടായിരിക്കും താക്കോൽ. അദ്ദേഹത്തിൻ്റെ മുറി പൂട്ടിയിട്ടിരിക്കുന്നുവോ എന്ന് നോക്കാം. താക്കോൽ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. എല്ലാ കോണുകളും ഞാൻ കയറി ഇറങ്ങി. എല്ലാ ഇടനാഴികളിലൂടെയും നടന്നു. വാതിലുകളൊക്കെ വലിച്ചു നോക്കി. ഹാളിന് തൊട്ടടുത്തുള്ള 1-2 കൊച്ചുമുറികൾ തുറന്നു കിടന്നിരുന്നു. പൊടി കൊണ്ട് മൂടി ചിതൽ പിടിച്ച ചില പഴഞ്ചൻ സാമാനങ്ങളല്ലാതെ അവിടെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവസാനം മുകളിൽ കോണിയുടെ അപ്പുറത്തുള്ള ഒരു വാതിൽ കണ്ടെത്തി. പൂട്ടിക്കിടക്കുകയാണെന്ന് തോന്നിയെങ്കിലും കുറച്ച് ബലം പ്രയോഗിച്ചപ്പോൾ അത് ഒന്നനങ്ങി. അത് പൂട്ടിയിട്ടിരുന്നില്ല. വിജാഗിരികൾ കറപിടിച്ച് ഉറച്ചു പോയതാണ്. ഇതാ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. ഇതെനിക്ക് വീണ്ടും കിട്ടിയില്ലെന്ന് വരാം. ഞാൻ കിണങ്ങി പരിശ്രമിച്ചു. കുറച്ചു നേരത്തെ മൽപ്പിടുത്തത്തിനു ശേഷം അത് തുറന്നു. ഞാൻ അകത്ത് കടന്നു. ഞാനിപ്പോൾ കോട്ടയുടെ താഴത്തെ നിലയിലാണ്. എനിക്ക് പരിചയമുള്ള മുറികളിൽ നിന്ന് കുറെ വലത്തോട്ട് മാറി ഒരു ഭാഗത്ത് ജനലിലൂടെ നോക്കിയപ്പോൾ മുറികൾ നിരനിരയായി തെക്കോട്ട് നീണ്ടു കിടക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങേയറ്റത്തെ മുറിയിൽ തെക്കോട്ടും പടിഞ്ഞാറോട്ടും തുറക്കാവുന്ന ജനലുകളുണ്ട്. ഇരുവശത്തും കൂറ്റൻ മലഞ്ചെരുവുകളാണ്. ഒരു കൂറ്റൻ പാറക്കൂട്ടത്തിൻ്റെ മൂലയിലാണ് കോട്ട പണിതിട്ടുള്ളത്. അതിനാൽ 3 വശത്തും പാറയിടുക്കുകളാണ്. കാറ്റും വെളിച്ചവും പോലും എത്തുകയില്ല. ആകെ ഭദ്രം. പടിഞ്ഞാറ് വശത്ത് വലിയ താഴ്വരയാണ്. അങ്ങകലെ മലനിര. അതങ്ങനെ മേലോട്ടുയർന്നു പോകുന്നു. കോട്ടയുടെ ഈ ഭാഗമായിരുന്നിരിക്കണം പണ്ട് കാലത്ത് അന്തഃപുര സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത്. ഇവിടെയുള്ള ഗൃഹോപകരണങ്ങളൊക്കെ കൂടുതൽ സുഖപ്രദങ്ങളാണ്. ജാലകങ്ങൾക്ക് കർട്ടനുകൾ ഉണ്ടായിരുന്നില്ല. മഞ്ഞ നിറം കലർന്ന് നിറഞ്ഞ നിലാവ് അകത്തേക്ക് ഒഴുക്കി വീഴുന്നു. നല്ല പ്രകാശം. നിറങ്ങൾ പോലും തിരിച്ചറിയാം. ഇവിടമാകെ പൊടിയിൽ മുങ്ങിക്കിടക്കുകയാണ്. വെട്ടിത്തിളങ്ങുന്ന പൂനിലാവിൽ എൻ്റെ വിളക്ക് നിഷ്പ്രഭയായിപ്പോയി. എങ്കിലും അതിൻ്റെ കയ്യിലുണ്ടെന്നത് സമാധാനമാണ്. കാരണം ഇവിടത്തെ നിശബ്ദത എന്നെ ആകെ മരവിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്ന് വിറയ്ക്കുകയായിരുന്നു.
ഈ പ്രഭുവിൻ്റെ സാമീപ്യം ഞാൻ വെറുക്കുന്നു. എനിക്കിനി ആ മുറിയിൽ ജീവിക്കാൻ വയ്യ. ഇവിടെ നിൽക്കുന്നത് അതിലും ഭേദമാണ്. ഞാൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ കുറെ ശാന്തത കൈ വന്നതുപോലെ എനിക്ക് തോന്നി. ഇവിടെ ഞാനൊരു ചെറിയ മേശപ്പുറത്ത് ഇരുന്നതിന് ശേഷം ഇങ്ങനെ ആലോചിച്ചു, ഒരുപക്ഷെ ഇതിന്മേൽ വെച്ച് സുന്ദരിമാരായ പെൺകുട്ടികൾ പ്രേമലേഖനങ്ങൾ എഴുതിയിരിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഡയറി കുറിപ്പുകൾ എഴുതുകയാണ്. തുടരും.